ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ഷാനവാസും നിവിനും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നതായിട്ട്. എന്ന് വെച്ചാല് മിക്കവാറും നിവിന് അടി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഷാനവാസ് ആയതുകൊണ്ട് സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നു. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഓൾറെഡി ഇവിടെ കിച്ചണിലുള്ള ഫുഡ് തയ്യാറാക്കുന്നതിന് ലേറ്റ് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ലേറ്റ് ആവുന്നതിന്റെ പേരിൽ അവിടെ ഉള്ളവർ തയ്യാറാക്കാൻ ഒരുങ്ങുന്നുണ്ടാവാം. അന്നേരം നിവിൻ ആ പാലും മറ്റും അതും ഇതൊക്കെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് മാറുന്നുണ്ട്. അപ്പൊ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാനവാസ് അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അത് അങ്ങ് പിടിയും വലിയും നിലത്ത് പോകുന്നുണ്ട്. പിന്നെ ഒരു കവറ് പാല് കയ്യിലിരിക്കുന്നത് ഞെക്കി പൊട്ടിച്ച് നമ്മുടെ ഷാനവാസിനെ ശരീരത്തിട്ട് ഒഴിക്കുന്നതായിട്ടുമാണ് പ്രൊമോ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, രാവിലെ ഫുഡ് തയ്യാറാക്കാനുള്ള പാത്രത്തിനകത്തെങ്ങാണ്ട് അഴുക്കിരിക്കുന്നെന്നും പറഞ്ഞു അത് വീണ്ടും കഴുകണമെന്നും പറഞ്ഞ് അവിടെ ഭയങ്കര ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അനുമോൾ കഴുകണമെന്ന് പറഞ്ഞാണ് അവിടെ ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഷാനവാസ് പറയുന്നില്ല, ലെൻസ് വെച്ച് പോലും നോക്കിയാൽ കാണാൻ പറ്റാത്ത അഴുക്കിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ അനുമോൾ അവിടെ ആ സോഫയിൽ വന്നിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും നല്ല പൊരിഞ്ഞടി അവിടെ നടക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ക്യാപ്റ്റന്മാരിലെ ഒരു സൈസ് അവര് ധാർഷ്ട്യം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് 3 പേർക്ക് ആ കിച്ചണിൽ വന്നിരിക്കുന്ന ഫുഡ് പദാർത്ഥം ആർക്കും കൊടുക്കത്തില്ല. തങ്ങൾ തന്നെ ഉപയോഗിക്കത്തുള്ളൂ എന്ന രീതിയിലുള്ള ധാർഷ്ട്യം അവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ അനീഷിനെ അവിടെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അനീഷ് ഒരു കാര്യം 2, 3 ആവർത്തി പറയുന്നതിനെ അവിടെ നിവിനും ആര്യനും കൂടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ ഫുഡ് തയ്യാറാക്കാൻ വേണ്ടി അവിടെ കിച്ചണിലുള്ള ആൾക്കാർ തന്നെയാണ് പാത്രം കഴുകി ഫുഡ് റെഡിയാക്കുന്നത്. നമ്മൾ പല ടൈപ്പിൽ പലയിടത്തും കണ്ടിട്ടുണ്ട്. അല്ലാതെ കിച്ചൺ ടീമിൽ വെസൽ ടീമിലുള്ളവർ തന്നെ വന്ന് അത് കഴുകണമെന്ന് നിയമമൊന്നുമില്ല. അക്കാര്യത്തെക്കുറിച്ച് അനീഷോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു പൊരിഞ്ഞടി നാളെ രാവിലെ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. നോക്കാം എന്താണ് നടക്കാൻ പോകുന്നത്.